നമ്മൾ കേട്ടൊരു വാർത്തയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഒരു പരാതി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലാതെ ഈ അടുപ്പിച്ച് വരുന്ന ഒരു സംഭവമാണ്. കോഴിക്കോട് എന്നല്ല, സകല മെഡിക്കൽ കോളേജിലും പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശസ്ത്രക്രിയ കഴിഞ്ഞു, തുടർ ചികിത്സ നൽകിയില്ല, അവിടെയുള്ള ഡോക്ടർ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ അനാസ്ഥയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് നമ്മുടെ കേരളത്തിൽ ഇന്നും ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല. ഇതൊരു വമ്പൻ പ്രതിഭാസം എന്ന് വേണമെങ്കിൽ പറയാം. മെഡിക്കൽ കോളേജിനെ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങേയറ്റം ഈ കഴിഞ്ഞടുത്ത് എന്റെ റിലേറ്റീവ് പ്രഗ്നന്റ് ആയിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഒരു സീനിയർ ഡോക്ടറും ഉണ്ട്, ഒരു ജൂനിയർ ഡോക്ടറും ഉണ്ട്. രണ്ടുപേരും കൂടെ ഇരിക്കുന്നത്. അതിൽ ആ ജൂനിയർ ഡോക്ടറെയാണ് ഫസ്റ്റ് പോയി ഞങ്ങൾ കൺസൾട്ട് ചെയ്തത്. ആ ടൈമിൽ അവർ പറഞ്ഞത്, ഇവിടെ അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റില് കാണിക്കാം. ആരോഗ്യ കേരളമാണ്. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റില് കൺസൾട്ട് ചെയ്യാട്ടോ, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്ന് ഇങ്ങോട്ടേക്ക് ആദ്യം തന്നെ പറയുക. ഇവര് നമ്മള് കൊടുക്കുന്ന പൈസയിൽ നിന്ന് തന്നെ സാലറി മേടിച്ചല്ലേ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നേ. അപ്പൊ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്, വേറെ മോശമൊന്നും കാണിച്ചില്ല. പക്ഷെ ഫസ്റ്റ് പറയുന്ന കാര്യം ഇതാ, നിങ്ങൾക്ക് വേറെ നോക്കണമെങ്കിൽ അവർക്ക് പോലും ധൈര്യമില്ല. ഒരു മുൻകൂർ ജാമ്യം എടുത്ത പോലെ ആയിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അവർക്ക് പോലും ധൈര്യമില്ല. എന്നിട്ട് എന്തായിരുന്നു അവിടെ ആയിരുന്നു പിന്നെ കാണിച്ചതും? അതോ ഇവിടെ തന്നെയാ കാണിക്കുന്നേ. സീനിയർ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെയല്ല സംസാരിക്കുന്നേ, കുഴപ്പമുണ്ടായിരുന്നില്ല. അത് പല ഡോക്ടേഴ്സിന്റെ സമീപനം ഉണ്ട് കേട്ടോ അതില്. ഓക്കെ, പിന്നെ ചികിത്സ എങ്ങനെയുണ്ട്? ചികിത്സ അവിടെ കുഴപ്പമില്ലാത്ത ചികിത്സ തന്നെയാണ്. പക്ഷെ എനിക്ക് ഞാൻ പേരെടുത്ത് പറയാം, പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റല്. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാതെ നമ്മൾ സാധാരണക്കാർ കൂടുതലും പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്? എന്താണ് ഈ ഒരു പോരായ്മയായിട്ട് എന്നെ തോന്നിയിട്ടില്ല. അതായത് ഫെസിലിറ്റീസ് ഇല്ലാന്ന് ഇവർ ആദ്യമേ എടുത്ത് പറഞ്ഞു. പിന്നെ നമുക്ക് റൈറ്റ് ടൈമിൽ വേണ്ട ചികിത്സ കിട്ടുന്നില്ല. അതൊരു വലിയത്. ഇപ്പൊ ചീട്ട് എടുക്കാൻ തന്നെ 1/2 മണിക്കൂർ വേണ്ടി. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നേ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ചീട്ട് എടുക്കാൻ ക്യൂ എവിടെ മുതലാണെന്നറിയോ? നട മുതൽ അങ്ങ് റോഡിന്റെ സൈഡ് വരെ ക്യൂവാ. എന്താ കാരണം? ഡോക്ടർ റൗണ്ട്സിന് പോയേക്കാണ്. 2 ഡോക്ടർ ഉണ്ട്. അതിൽ ഒരു ഡോക്ടർ അവർക്ക് കൂടുതൽ രോഗികൾ ബഹളം വെച്ച് അവർ ഇറങ്ങിപ്പോ. ചോദിക്കാൻ ആരുമില്ല. ആരെങ്കിലും അവരെ എതിർത്ത് കഴിഞ്ഞാൽ അവർ അപ്പം ഇറങ്ങിപ്പോകുന്നതാണ് അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടാൻ വരുന്ന രോഗികളുടെ അവസ്ഥ. എന്റെ കാല് വേണ്ട, കാല് നീര് വെച്ചു, എന്നിട്ട് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. അതാ റീസൺ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ നോർത്ത് പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ചിലപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത് അറിയുന്നുണ്ടാവില്ല, ആളുടെ വീട്ടിലിരിക്കുമായിരിക്കും, അതല്ലെങ്കിൽ വല്ല ഓട്ടത്തിലായിരിക്കാം. എങ്കിൽ പോലും ഞാൻ പറയുക, ശ്രദ്ധയിൽ പെടണമെങ്കിൽ പെടട്ടെ. നമ്മൾ അവിടെ ചെന്ന് ഞാൻ 10:45 ചെന്ന് നിന്നിട്ട് 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് OP ചീട്ട് കിട്ടിയത്. അതും ഒരു ഗർഭിണിക്ക് വേണ്ടിയിട്ട്. ഗർഭിണികൾ തുടങ്ങി കുട്ടികളടക്കം ഇത്രയും ടൈം അവിടെ ക്യൂവിൽ നിൽക്കുക. ആ ക്യൂവിൽ നിന്ന ടൈം മുഴുവൻ ഞാൻ നിന്നിരുന്നത് ഒരു 50 പേർക്ക് ശേഷമായിരുന്നു. 50 പേർക്ക് OP ചീട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി വരും? അധികം സമയം വേണ്ടി വരില്ല. ഒരാൾക്ക് ഒരു 3 മിനിറ്റ് മാക്സിമം ഒരു ചീട്ട് എടുക്കാൻ 3 മിനിറ്റ് പോയാലും എത്ര സമയം വേണ്ടി വരും? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി തന്നെ അവിടെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് 2 യൂത്തന്മാരായ പയ്യന്മാരാണ് അവിടെ ഇരുന്നുകൊണ്ട് ചീട്ടടിക്കുന്നത്. OP ചീട്ട് തരുന്നേ നമുക്ക്. അവന്മാര് ഫോണിൽ കുത്തി കളിക്കുകയായിരുന്നു. ഓഹോ, അപ്പൊ പിന്നെ സമയം പോകുമല്ലോ. അവന്മാര് ഫോണിൽ കുത്തി കളിക്കുന്നു, പരസ്പരം വർത്താനം പറയുന്നു. രോഗികൾ യാതൊരു മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അതിനിടയിൽ അതും ഇത് ആരുടെ അനാസ്ഥയാ? ഗവൺമെന്റ് ആണ്. എന്തു ആവാ, ഇതേ സ്ഥാനത്ത് ഇവര് ഈ പറയുന്ന അവന്മാർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇത് നടക്കില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിനേക്കാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ കാരണം തന്നെ പെട്ടെന്ന് സടപട ചികിത്സയാണ്. സടപട ചികിത്സയാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടുത്തെ ചികിത്സാ രീതി നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചികിത്സ കിട്ടണമെങ്കിൽ ചീട്ടെടുക്കണ്ടേ? ചീട്ടെടുക്കാൻ തന്നെ 1/2 മണിക്കൂറാ. ഒരു എൻട്രി ടിക്കറ്റ് കിട്ടണ പോലെ കിട്ടണ്ടേ? എൻട്രി ടിക്കറ്റ് കിട്ടുന്നില്ല നമുക്ക്. അത് കാത്തു നിന്ന് മടുത്തിട്ടാണ് പല ആളുകളും
പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഏതാനും ചില ഹോസ്പിറ്റലിൽ മാത്രമേ തിരക്ക് കുറവുള്ളൂ. ബാക്കി പല ഹോസ്പിറ്റലുകളിലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളേക്കാൾ തിരക്കുള്ള ഹോസ്പിറ്റൽ. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഈ എന്താ പറയാ ക്യൂ നിൽപ്പ് കാണുന്നില്ല. കൂടിപ്പോയ ഒരു 10 or 15 പേരടങ്ങുന്ന ക്യൂയെ പലയിടത്തും കാണും. അതിനപ്പുറത്തേക്ക് ഒരു ക്യൂ കാണില്ല. അതവര് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. തോന്നുന്നു അവിടെ അത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാദനില കളരിയല്ലേ? അതെ അതെ, അത് നാദനില കളരിയല്ല. കാരണം അവര് നമ്മുടെ അടുത്ത് നിന്ന് കൺസൾട്ടേഷൻ ഫീ വാങ്ങിച്ചിട്ട് ഇന്ന് നമുക്ക് ഏത് ഡോക്ടറിനാണോ അവിടെ പോയിരിക്കുക, ആ പേരനുസരിച്ച് വിളിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ അങ്ങനെയല്ലല്ലോ, ഓരോ ടോക്കൺ തരും. ആ ഓരോ ടോക്കൺ കയ്യില് ഇപ്പം എറണാകുളത്താണെങ്കിൽ അതെ ടോക്കൺ തരും. വെളുപ്പാങ്കാലത്ത് പോണ ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് കിട്ടാനായിട്ട് നേരാവണ്ണം രാവിലെ 6 മണിക്കോ 7 മണിക്കോ പോയി കഴിഞ്ഞാൽ ക്യൂ ഇല്ലാതെ നമുക്കൊന്ന് ടോക്കൺ ആദ്യത്തെ നമ്പർ 1, 2, 3, 10 നമ്പറിൽ കുറഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് ചിലപ്പോൾ അങ്ങ് നീണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ ടോക്കൺ തോന്നിയ പോലെയാണ് വരുന്നത്, തോന്നിയ പോലെയാണ് പോകുന്നത്. ടോക്കൺ വാങ്ങിക്കുക തന്നെ ഏറ്റവും വലിയ ടാസ്ക് ആണ്. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ടോക്കണിന്റെ ഒരു വലിയ വിഷയം വരുന്നില്ല. ഇനി എത്ര തിരക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് കയറി കാണാം, നമുക്ക് അവസാനം വരെ കയറി കാണാം, നമുക്കൊരു മുഷിപ്പുണ്ടാവത്തില്ല. ഇതങ്ങനെയല്ല. ആളുകളെ വെറുപ്പിച്ച് പണ്ടാരടങ്ങിയിട്ടാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നാൽ ചികിത്സയാണെങ്കിലോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ശസ്ത്രക്രിയക്ക് വിധേയായാൽ തന്നെ അവിടെയുള്ള എന്തെങ്കിലും കൂടുതൽ സാധനം നമുക്ക് ഉള്ളിൽ കെട്ടിവെച്ചിട്ട് തരും. കത്രിക, ഗൈഡ് വയർ കിടക്കുവാണ് അങ്ങനെ ഒരുപാട്. ഇപ്പൊ ഉഷാമയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അറ്റം മുറിഞ്ഞിട്ട് അത് എത്ര വർഷം അവർ വയറിൽ കെട്ടിവെച്ചുകൊണ്ട് നടന്നേ അതുപോലും അറിഞ്ഞിട്ടില്ല. എന്നിട്ടും ഒരു ഡോക്ടർ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞതാ 5 അല്ല 50 വർഷം കിടന്നാണ് അത്രയൊന്നും ഒരു വിഷയമല്ല. അതേപോലെ സുമയ്യ ഗൈഡ് വയർ തൈറോയ്ഡ് ശസ്ത്രക്രിയക്ക് വിധേയായിട്ട് ഗൈഡ് വയർ തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്വാസകോശത്തില്. എന്താ അവിടെ ഗൈഡ് വയർ ഇവര് പറഞ്ഞിട്ട് വെച്ചേക്കണതാണോ? ഒരിക്കലും അവർക്കത് എടുത്തു മാറ്റാൻ പോലും പറ്റുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. ശ്വസിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ സാധാരണക്കാരെ വലപ്പിക്കുന്ന രീതിയിലാണ്. അറിയാമല്ലോ, ഇപ്പൊ അത്യാവശ്യം പൈസയുള്ള ആളുകളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ശസ്ത്രക്രിയക്ക് വിധേയാകുള്ളൂ. അപ്പൊ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അഭയം തേടുന്ന ആരാണ്? സാധാരണക്കാര്. അപ്പൊ അവരോട് ഈ കാണിക്കുന്ന നീതികേടല്ലേ ശരിക്കും കാണിക്കുന്നത്? ഇപ്പം നമ്മുടെ പൈസ വാങ്ങി തന്നെ ശമ്പളം പറ്റുന്നവര് ശരിക്കും നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അത് ഭംഗിയായിട്ട് നമുക്ക് എന്താ പറയാ ഭംഗിയായിട്ട് അവരെ നിർവഹിക്കേണ്ട അവരുടെ ചുമതലയാണ്. എന്താണോ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് സത്യത്തിൽ അവര്. നമ്മുടെ ശമ്പളം വാങ്ങി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ മറ്റൊരു വിവാദമായിട്ടുള്ള സംഭവം ഉണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ, ഡെലിവറി ടൈമിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരോടുള്ള സമീപനം. ഡെലിവറി ടൈം നോർമൽ ഡെലിവറി ആണെങ്കിലും അതാണെങ്കിലും കിടന്ന് കരയും, വിഷമം വരും, പെയിൻ വരും. നമുക്കറിയാം ഇപ്പോഴത്തെ ഗർഭത്തിനെയൊക്കെ പറ്റി നിസ്സാരവൽക്കരിച്ച് പറയുന്ന കുറെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അയാളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. കാരണം വിവരക്കേട് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നതിന് നമ്മൾ ഇനിയും കയറ്റേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് അയാളെ അങ്ങ് ഒതുക്കി നിർത്താം. പിന്നെ അപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ, ഈ ഡെലിവറി ടൈമിൽ വേദന കൊണ്ട് പൊളയുന്ന ആ ഒരു സ്ത്രീകളെ, ഗർഭിണികളെ നോക്കിയിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ആരും കേൾക്കില്ല. കാരണം അവരെ കേൾക്കത്തുള്ളൂ. പക്ഷെ ചിലർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല, ചിലർ ആ റിയാക്ട് ചെയ്തില്ല, ആ അവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല. വളരെ എണ്ണം പറഞ്ഞ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാകും. അത് ശരണ്യ പറഞ്ഞതുപോലെ ചിലരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. മുൻപ്, ഇപ്പൊ അല്ല, കുറെ കാലങ്ങൾക്ക് മുൻപ് ഇത് കോമൺ ആയിരുന്നു അത്രേ. പണ്ടത്തെ നഴ്സുമാരെല്ലാം വരുന്ന സമയത്ത് ഈ പറയുന്ന ഡെലിവറി ടൈമിൽ വരുന്ന സ്ത്രീകളോട് ഭയങ്കര മോശമായിട്ട് നീ തോർത്തില്ലായിരുന്നോ, അങ്ങനത്തെ രീതിയിൽ ഒരു സ്നേഹമില്ലാത്ത രീതിയിലാണ് പെരുമാറിയിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ചിലർക്കൊക്കെ എവിടേക്കോ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കേൾവി മാത്രമാണ്. പക്ഷെ എന്റെ അനുഭവം പറയാം, എന്റെ 2 ഡെലിവറിയും ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു, പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സെക്കൻഡ് ഡെലിവറി നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിനായിരുന്നു. പ്രളയ സമയത്തായിരുന്നു. പ്രളയത്തിന്റെ അന്നായിരുന്നു ഡെലിവറി. സിസേറിയൻ ആയിരുന്നു. എന്റെ 2ഉം സിസേറിയൻ തന്നെ ആയിരുന്നു. അത് ഈ സെക്കൻഡ് ഡെലിവറി എന്ന് പറയുന്ന പ്രീമെച്യൂർഡ് ബേബിയാ. 7th മന്തിൽ എടുത്ത കുട്ടിയാണ്. അപ്പൊ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ സിസേറിയൻ ചെയ്തതാ. ആ ചെയ്ത ടൈമില് ഓഗസ്റ്റ് 2018 ഓഗസ്റ്റ് 16 10:45 സിസേറിയൻ. അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാഫുകൾ തീരെ കുറവാണ് അവിടെ ആ ടൈമില്. പക്ഷെ ആണുങ്ങളും ഉണ്ട്, അറ്റൻഡേഴ്സ് ആയിട്ട് ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷെ നമ്മള് ഡെലിവറി സിസേറിയൻ കഴിഞ്ഞ്
ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് എടുത്ത് മാറ്റി വേണം സിസേറിയൻ വാർഡിലേക്ക് കൊണ്ടുവരാൻ. കൊണ്ടുപോകാനായിട്ട്. ആ ചെയ്യുന്ന സമയത്ത് 2 ലേഡീസ് ആ ആണ് വരാൻ കാത്തു നിൽക്കാതെ 2 ചേച്ചിമാർ എന്നെ എടുത്ത് പൊക്കി താഴേക്ക് വീണു. ഞാൻ ആ ടൈമില് സിസേറിയൻ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം താഴേക്ക് അവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ആ ടൈമിൽ സെഡേഷന്റെ ഇതിൽ എനിക്ക് അതൊന്നും അറിയാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്റെ നട്ടലിന്റെ നമ്മുടെ നട്ടലിന്റെ ഓരോ കശേരുക്കളും തമ്മിൽ ഇങ്ങനെ ഓരോരോ ഗ്യാപ്പ് ഉണ്ട്. അതില് ഏറ്റവും ലാസ്റ്റത്തെ ഗ്യാപ്പിനിടയിലേക്ക് എന്റെ മെയിൻ വെയിൻ കയറി ജാം ആയിട്ടിരിക്കുക. അത് കംപ്ലൈന്റ് കൊടുത്തായിരുന്നോ അതിന്? ഇല്ല, ആ ടൈമിൽ ഇതൊന്നും അറിയില്ല. അന്ന് ഇതൊന്നും അറിഞ്ഞില്ല, എന്തുകൊണ്ടാണെന്നോ ഒന്നും അറിഞ്ഞില്ല. അന്ന് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അത് അവിടെ കൊണ്ട് തീർന്നെന്ന് വിചാരിക്കല്ലേ. എന്നെ അത് കഴിഞ്ഞ് ഒരു ചേട്ടൻ വന്നവരെ വഴക്ക് പറഞ്ഞ് എടുത്തു. ആ ടൈമിൽ നമ്മളൊന്നും അറിയില്ല, സെഡേഷൻ ആണ്. അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ ആശുപത്രിയിലും വെള്ളം കയറും എന്നൊരു ശ്രുതി. പ്രളയമാണല്ലോ. പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലില്. അതെ അതെ. ആശുപത്രിയിൽ വെള്ളം കയറും എന്ന് പറഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യണം, മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യണം, പൂട്ടുവാം. പക്ഷെ ഈ പ്രഗ്നന്റ് ഈ ഡെലിവറി കഴിഞ്ഞ എനിക്ക് ഒരു ദിവസത്തേ ഉള്ളൂ. തലേന്ന് 10:45 കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. 7 മണി 8 മണി ആവുന്നേ ഉള്ളൂ. ആ ടൈമിലാണ് ഡോക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. സിസേറിയൻ കഴിഞ്ഞ് ഒരു ദിവസം ആവുന്നേ ഉള്ളേ. ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് അവിടെ ആ ഡേറ്റില് സിസേറിയൻ കഴിഞ്ഞത്. ശരിക്കും നമ്മൾ സിസേറിയൻ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് പതുക്കെ കാല് വെക്കാൻ നോക്കുന്നേ താഴെ. അത് അത്രയും ബുദ്ധിമുട്ടാ. ഇപ്പം നമ്മുടെ മറ്റേ പുള്ളി പറഞ്ഞ പോലെ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ചിലര് നോക്കിക്കാണുന്ന ഒരു സംഭവമുണ്ട്, നോർമൽ ഡെലിവറി സിസേറിയൻ എന്തോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്ന പോലെ. ഒരിക്കലും അല്ല. ശരിക്കും നല്ല പെയിനുണ്ട്. രണ്ടിനും പെയിനുണ്ട്. ഡെലിവറി നടക്കുമ്പോൾ അത് നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും വേദന രണ്ടും സെയിം തന്നെ. ചിലര് പറയും സിസേറിയന് അധികം പെയിൻ ഇല്ല, കുറച്ച് കഴിയുമ്പോഴാണ്. നോർമലിനെ അപേക്ഷിച്ചിട്ട് സിസേറിയൻ എളുപ്പമാണല്ലോ എന്നാണ് പറയുന്നത്. ആ ടൈമിൽ അറിയില്ലാന്നേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ വേദന അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ആ കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ ഡോക്ടറിനോട് ഒന്ന് പറയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം, അതല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാമ്പിൽ പോവാന്ന്. അപ്പം എന്റെ അതിക്ക് മുന്നത്തതും സിസേറിയൻ ആയിരുന്നു. ആ ടൈമില് ഇവര് 5 ദിവസം വരെ എന്റെ ഹസ്ബൻഡ് പോലും കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറാൻ പാടില്ല, കുട്ടിക്ക് ഇൻഫെക്ഷൻ ആവൂത്രേ. ആ കുട്ടിയെയും കൊണ്ടാണ്, ഒരു ദിവസം പോലും എത്താത്ത കുട്ടിയെ കൊണ്ടാണ് എന്നോട് ക്യാമ്പിൽ പോവാൻ പറയുന്നത്, വീട്ടിൽ പോയിക്കോളാൻ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ശപിച്ചു പോവാന്ന് പറയില്ലേ. ചോദിച്ചു എന്തിങ്ങനെ പറയുന്നത്. പേര് വല്ല ഓർമ്മയുണ്ടോ? പേര് ഓർമ്മയുണ്ട്. പറയണോ? പറയൂ, അറിയട്ടെ. സ്വപ്ന ഡോക്ടറും സ്വപ്നാന്നും മിനിന്നും പേരുള്ള 2 ഡോക്ടേഴ്സാണ്. അപ്പം അവര് പറഞ്ഞതാണ്, സിസേറിയൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മീനൊക്കെ നന്നാക്കുമ്പോ കൈ മുറിയുന്ന അത്രേ ഉള്ളൂ സിസേറിയൻ. അതെ, അത്രേ ഉള്ളൂ. സോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്താൽ മതി. അപ്പൊ ഈ ആദ്യത്തെ പ്രസവം നടക്കുമ്പോൾ ഇവര് തന്നെയായിരുന്നു. അപ്പൊ ഇവരിങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം. എന്റെ ഹസ്ബൻഡ് ആദ്യത്തെ കുട്ടിയല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. ആള് പോലും വാർഡിനകത്തേക്ക് കയറണമെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രം കയറാൻ പാടുള്ളൂ. നിശ്ചിത സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോണം. ഇൻഫെക്ഷൻ കുഴപ്പമില്ല. എന്റെ സെക്കൻഡ് ഡെലിവറി ആയപ്പോ അതൊരു കുഴപ്പമില്ല. 7 മാസത്തില് പ്രീമച്വർ ബേബി ആയിരുന്നു. എന്നിട്ടൊരു കുഴപ്പവും പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ പറഞ്ഞു, എന്നാ ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വെള്ളം കയറി, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, വേറെ എങ്ങും പോകാൻ പറ്റില്ല. അപ്പൊ എന്നാ ഹോസ്പിറ്റലിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, നോർത്ത് പറവൂർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാലോ. അതും ഏത് വഴി പോണം? ആലുവ വഴി പോകാൻ പറ്റില്ല, വൈപ്പിൻ റൂട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാ പോയതെന്ന് അറിയാവോ? എങ്ങനെയാ പോയത്? ആംബുലൻസിന് പോലും അല്ല, ബസ്സിൽ. ആംബുലൻസ് അവർ തന്നില്ലേ? ആംബുലൻസ് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഓർമ്മ ആ കിട്ടി തുടങ്ങുന്ന ടൈമേ അല്ല. സെഡേഷൻ മാറിയിട്ടില്ല ആ ടൈമിലും. നേരെ ബസ്സില് ഒരു എന്താ പറയാ, വീൽ ചെയറിൽ പോലും ഇരുത്താതെ നടന്ന് ബസ്സിന്റെ, മറ്റേ അമൃതയുടെ ബസ്സായിരുന്നു, അമൃതയുടെ വലിയ ബസ്, അതില് നടന്ന് ഞാൻ തന്നെ കേറി സ്റ്റെപ്പ് ആ സീറ്റിൽ ഇരുന്നതിനോട് പറഞ്ഞു വയറ് പൊത്തിപ്പിടിച്ചിരുന്നു. എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ടായിരുന്നു. റിപ്ലൈ തന്നില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണെന്ന് വെച്ചപ്പോ അന്ന് അവിടെ അടുത്ത്, അന്ന്
അവിടെ അടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പിന്നെന്താ നിങ്ങൾ അവിടെ സജസ്റ്റ് ചെയ്യാത്ത? സജസ്റ്റ് ചെയ്തില്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ബാക്കി ഇവിടുന്ന് എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്കാണ് വിടുന്നേ. നമ്മൾ മെഡിക്കൽ കോളേജിൽ രോഗിയുടെ അവസ്ഥ, അതും രോഗമല്ലല്ലോ, ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് അതിന് പിറ്റേ ദിവസം, അതും 7ാം മാസത്തിൽ തന്നെ ഡെലിവറി നടത്തിയതാണ്, പ്രീമച്വർ ബേബിയാണ്, എന്നിട്ടും യാതൊരു അതും ഇല്ലാതെ അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെന്നിട്ടും ഇവിടുന്ന് ട്രാവൽ ചെയ്ത്, കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതുണ്ടോ? ബസ്സിലിരുന്ന് കുടുങ്ങി, അതും സിസേറിയൻ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഷിവറിങ് തുടങ്ങി, ഫീവറും ഷിവറിങ്ങും തുടങ്ങി കളമശ്ശേരി എത്തപ്പോഴത്തേക്ക്. പക്ഷെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോ കഥ മാറി. ഞാൻ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നേക്കുന്ന രോഗിയാണ്, സോ എന്നെ ഡെലിവറി വാർഡിലേക്ക് കയറ്റാൻ പാടില്ല, ഇൻഫെക്ഷൻ ആവും. എനിക്ക് പനിയും സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് എന്നെ നേരെ ഈ ഒരു ദിവസം പ്രായമായ കുട്ടിയെയും സിസേറിയൻ കഴിഞ്ഞ് ഒരു ദിവസം മാത്രമുള്ള എന്നെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡില് ആസ്മ, TB അതും ഇതും ഉള്ള പ്രായമായവരും അല്ലാത്തവരും അടങ്ങുന്ന വാർഡില് ആണ് കിടത്തിയത്. പ്രബുദ്ധ മലയാളി നമ്പർ 1 ആരോഗ്യ കേരളം. അതെ, ഈ സംഭവം നടന്നത് 2018. അപ്പൊ ശൈല ടീച്ചറിന്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ ശരിക്കും നമ്പർ 1 ആരോഗ്യ കേരളം തന്നെയാണ്. അല്ല, ഈ അന്ന് എനിക്കിത് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിരുന്ന് പറയുന്ന കാര്യമാണ്, ഇതെനിക്ക് എവിടെയെങ്കിലും പറയണം. പിന്നെ എനിക്ക് അന്നത്തെ അവസ്ഥയിൽ ഇപ്പൊ പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടല്ല, അവർക്ക് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷിഫ്റ്റ് ചെയ്യാതെ വേറെ മാർഗം ഉണ്ടായിരുന്നത് അത് ഓക്കെ, പക്ഷെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടെ സജസ്റ്റ് ചെയ്യാതെ അങ്ങ് ദൂരെ കിടക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് സജസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അവരെ സംബന്ധിച്ച്, മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ട് കാവ്യ പുറമേന്ന് വന്നൊരു വ്യക്തിയാണ്, ചിലപ്പോ ഇൻഫെക്ഷൻ ബാക്കിയുള്ളവർക്ക് ഇൻഫെക്ഷൻ പടരാമെന്ന രീതിയിൽ, പക്ഷെ എന്നിട്ടും അവർ ആ ജനറൽ വാർഡില് കൊണ്ടുവന്നതും ആസ്മ പേഷ്യന്റും ഉള്ള സകല പേഷ്യന്റും, ഒരു ദിവസം പ്രായമായിട്ടുള്ള പ്രീമച്വർ ബേബിയും ഒരു ദിവസം മാത്രം അവശേഷിക്കുന്ന ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ ഒരു അമ്മയെയും ആ ഒരു അങ്ങനെ കിടത്തിയത് വളരെ മോശമായി പോയി. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയ കാര്യം അത് അവിടെ കൊണ്ടും തീർന്നെന്ന് വിചാരിക്കല്ലേ. 2 ദിവസം സെക്കൻഡ് ഡേ വെള്ളം ഇറങ്ങി തിരിച്ചിങ്ങോട്ടേക്ക് പോരാന്ന് പറഞ്ഞു. ആ സെക്കൻഡ് ഡേ തന്നെ എന്റെ മോളുടെ പൊക്കിൾ കൊടി പഴുത്തിളകിപ്പോയി. അങ്ങനെ പോവാറില്ല, ഉണങ്ങിയാണ് പോകണ്ടേ. മൂക്ക് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നേരെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയാണ്, കുട്ടിക്ക് ഇൻഫെക്ഷൻ ആയി, ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ അവിടെ നിന്ന് കാറ് പോന്നോളാൻ പറഞ്ഞു. കാറ് വിളിച്ചു, ഇവിടെ വന്നു. ശരിക്കും അവിടുന്ന് ട്രീറ്റ്മെന്റ് അപ്പോ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയായിരുന്നു? വേറൊരു സംഭവം ഉണ്ടേ. നമ്മൾ മെഡിക്കൽ കോളേജിൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുവാവുകളെ കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻസ് ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. ഇവര് ഈ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ ഞാൻ പറയും, പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻജെക്ട് ചെയ്തിട്ടൊക്കെ എന്റെ മോളുടെ കൈയൊക്കെ വെറുതെ നീലച്ചിരിക്കുമായിരുന്നു. ശരിക്കും ഒരു ടൂളാണോ? അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കെട്ടാവറായിട്ട് അവർ ഉപയോഗിക്കുന്ന പോലെ ജീവിച്ചിരിക്കുന്ന ശരീരങ്ങൾ അവർ ടൂളാക്കുവാണോ കുട്ടികളെ. ഈ അവര് കൊണ്ടുപോയി കിടത്തും. അത് നന്നായി കെയർ ചെയ്യുന്നവരുണ്ട്, പക്ഷെ കൂടുതലും ഇൻജെക്ട് ചെയ്യുന്നതൊക്കെ കൈയുടെ ഇത്രയും ഭാഗമൊക്കെ ഗ്രീൻ കളറിലിരിക്കും. അത് പല കുട്ടികളെ, അതെ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മെയിൻ ആയിട്ട് ഈ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് കുട്ടികളുടെ ഈ NICUലൊക്കെ കിടക്കുന്ന കുട്ടികളെയൊക്കെ നോക്കുന്നത് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് റെഫറൻസ് പോലെ നോക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ആരോഗ്യ കേരളം നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്നു, ഓരോരുത്തരുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഇങ്ങനെ ഇപ്പൊ കാവ്യ ഇതിൽ ഒരാൾ മാത്രമാണ്, പക്ഷെ ഇതേപോലെ ഒരുപാട് പേരുണ്ടാവും, തുറന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഒരു ടൈമിൽ. ആ ഒരു ടൈമിൽ തന്നെ, അതായത് പ്രളയ സമയത്ത് തന്നെ ഡെലിവറി കഴിഞ്ഞ് പോയവരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അറിയാം. ഗവൺമെന്റ് കോളേജിൽ പ്രളയ സമയത്ത് പക്ഷേ ആ ടൈമില് ഹെലികോപ്റ്ററിൽ പോയിട്ട് അതൊരു സംഭവം നമ്മൾ അതെല്ലാവരും പൊക്കി പിടിച്ചായിരുന്നു. പക്ഷെ അതേസമയം ഞാനടങ്ങുന്ന ഒരുപാട് പേര് ഇതിൽപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് ഒരാളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർന്നില്ല. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എന്റെ മോളെ ആയിരുന്നു. മോൾക്ക് ഇൻഫെക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വന്നതുകൊണ്ട് മോളെ കൊണ്ടാണ് അഡ്മിറ്റ് ആയത്. ഫുഡ് പോലും കിട്ടാതെ, ഊണ് പോലും കിട്ടാതെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേനും പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ക്യാമ്പായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വയ്യായിക തുടങ്ങി. എനിക്ക് വയ്യാതായപ്പോ ഞാൻ ഡോക്ടർ വന്ന സമയത്ത്, ഡോക്ടർ എനിക്ക് ഇങ്ങനെ വയ്യ, എന്റെ സിസേറിയൻ കഴിഞ്ഞിട്ട് 4ാമത്തെ ഡേ ആവുന്നുള്ളൂ, എനിക്ക് വയ്യ ഡോക്ടറെ, എനിക്കിങ്ങനെ മരവിക്കുന്ന തലയെല്ലാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ പറയാ, നീ പോയി
OP പോയി ചീട്ട് എടുത്തോണ്ട് വാ, നീ ഇപ്പൊ ഇവിടുത്തെ പേഷ്യന്റ് അല്ലാന്ന്. എപ്പോഴാ കുട്ടിയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നേ, നീ പേഷ്യന്റ് അല്ല, അതുകൊണ്ട് നീ പോയി OP ചീട്ട് എടുത്തിട്ട് വാ, എന്നിട്ട് കാണിക്കാൻ. ഈ ഡോക്ടർ തന്നെയായിരുന്നോ? സ്വപ്ന സെലീനിയോ? സ്വപ്ന ഡോക്ടർ തന്നെ. നമ്പർ 1 ആരോഗ്യ കേരളത്തില് ഇപ്പോഴും അവർ സർവീസിലുണ്ടോ? ഇപ്പോഴും അവരവിടെ തന്നെ ഉണ്ടോ? അതായത് നോർത്ത് പറവൂരില് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടോ? എറണാകുളം മെഡിക്കൽ കോളേജിലാണ്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ ഡോക്ടർ സ്വപ്ന, ഈ സ്വപ്ന ഇപ്പോഴും ആ നോർത്ത് പറവൂരിലെ മെഡിക്കൽ കോളേജിൽ തന്നെയാണോ? അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണോ? എന്താ? അല്ല, എന്റെ അറിവ് ശരിയാണെങ്കിൽ പുള്ളിക്കാരി ഇപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും പുള്ളിക്കാരുടെ പേരിൽ മുൻപും കേസ് ഉണ്ടായിട്ടുണ്ട്, ഇതിനും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഞാൻ പേഴ്സണലി പറയാം, ഇത് ഒരിക്കലും ഞാൻ അവരുടെ മാത്രം കുറ്റമായിട്ട് കാണുന്നില്ല. അന്നത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷെ അന്ന് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ തുറന്നു പറയാം. പക്ഷെ അത് കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയാം. ഇതെങ്ങനെ മാനേജ് ചെയ്യണം. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മള് മൊത്തത്തിൽ വീക്ക്, മെന്റലി ഫിസിക്കലി വീക്ക് ആയിരിക്കുന്ന ടൈമാണ്. റെസ്റ്റും പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എനിക്ക് കിട്ടി തുടങ്ങിയത് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള നടുവേദന, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വർഷം കഴിഞ്ഞിട്ട് 2018 8 വർഷം 8 വർഷം ആകാറായപ്പോഴാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ വന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ച സമയത്താ പറഞ്ഞത് ഏതോ ഒരു വീഴ്ചയിൽ പറ്റിയേക്കുന്നതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ കാലിന്റെ ഈ ഒരു ഇത്രയും പോർഷൻ എനിക്ക് ഇപ്പോഴും സ്പർശനശേഷി ഇല്ല. അന്നത്തെ വീഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പോർഷൻ എനിക്ക് എന്ത് ചെയ്താലും അറിയാൻ പറ്റില്ല, തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അത് ആ വീഴ്ചയിൽ പറ്റിയ മുൻപ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിനെതിരെ കംപ്ലൈന്റ് പോവാനോ അങ്ങനെ ഒരു ഇതിനും ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം വന്നു, നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വന്നതുകൊണ്ട് മാത്രം പറഞ്ഞു പോയൊരു വിഷയം. കൊടുക്കേണ്ടതായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിരുന്നു. അന്ന് കൊടുത്തിരുന്നെങ്കിൽ അതൊരു പരിഹാരമായേനെ. പക്ഷെ അന്ന് ഇപ്പോഴും നമ്പർ 1 ആരോഗ്യകൾ ഇതുപോലെ ആയിട്ടില്ല. കാരണം അന്ന് എല്ലാവർക്കും ഒരു ശരിക്കും പറഞ്ഞാൽ 2020 കൊറോണ വന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ 1 ആരോഗ്യ കേരളം എന്നുള്ള ഒരു പേര്. ശരി, അന്നത്തെ ഒരു കാലത്ത് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയാൻ തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന രീതി തന്നെയാണ്. നമുക്ക് പ്രിക്കോഷൻസ് ഉണ്ടായിരുന്നു. 28 ദിവസമായിരുന്നു അന്ന് ക്വാറന്റൈനിൽ ഇരുന്നത്. ആ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു കൊറോണ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ദിവസം തന്നെ ലോക്ക്ഡൌൺ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കുന്നു, ഇത്ര ദിവസത്തേക്ക് നീണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് സർക്കാരിന്റെ അത് വെച്ചിട്ടാണ് നമ്പർ 1 ആരോഗ്യ കേരളം എന്നുള്ള ഒരു സ്വയം പ്രഖ്യാപിച്ചത് ഇട്ടത്. പക്ഷേ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്രയും നടക്കുന്നുണ്ടെന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. ഇത് നമ്മളുടെ ഒരാളുടെ അനുഭവം, ഇപ്പൊ പുറത്തു വരുന്ന ചിലരുടെ മാത്രം അനുഭവം. ഇതുപോലെ എത്ര പേരുടെ വയറ്റില് കത്രികയും കത്തിയിരിപ്പുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഇതുപോലെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വേദനകൾ വരുമ്പോഴാണ്, വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴാണ്, അതും ആ ഉഷ എന്ന് പറഞ്ഞ ഒരു അമ്മ വയറിലുള്ള അത് ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ ബ്ലഡ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ആ അമ്മ പല ഹോസ്പിറ്റലിൽ പോയി ഇത് സ്കാൻ ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോ അവരാരും കണ്ടെത്തിയില്ല. അതേസമയം എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ വന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഇതിനുള്ളിൽ കത്രികയുണ്ടെന്ന് അറിയുന്നത്. 5 വർഷം 5 വർഷമാണ് ആ അമ്മ അത് സഹിച്ചത്. 2021 ശൈലജ ടീച്ചറിന്റെ അവസാന കാലഘട്ടത്തിൽ, മെയ് മാസം അവസാന കാലഘട്ടത്തിലും ഇപ്പോഴത്തെ വീണ ജോർജിന്റെ തുടക്ക കാലഘട്ടത്തിലുമാണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ 2 പേര് വന്ന് ചികിത്സയ്ക്ക് വിധേയരായതിനു ശേഷം അവര് കറക്റ്റ് എന്തായിരുന്നു രോഗം എന്ന് ഞാൻ മറന്നുപോയി. അവരെന്തോ ഒരു ടെസ്റ്റുകൾ എടുത്തു. ആ ടെസ്റ്റുകൾ എടുത്ത സമയത്ത് ഇല്ലാത്തൊരു രോഗം പുള്ളിക്ക് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് റിസൾട്ട് വന്നു. ഇപ്പൊ ഇന്നലെ വേറൊരു വാർത്ത കേട്ടായിരുന്നോ? 24 വയസ്സ് മാത്രം പ്രായമുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തോ ഒരു സ്കാൻ ചെയ്തതാ. 24 വയസ്സുള്ള ഒരു പയ്യന് അവന് ഗർഭപാത്രം ഉണ്ടെന്ന്. അതിനകത്ത് കംപ്ലൈന്റ് പോയിട്ടുണ്ട് രോഗി. ശരിക്കും ഉണ്ടാവോ? ഈ കാലം മാറിയ മാറ്റം നമുക്ക് അറിയത്തില്ല. ഗർഭപാത്രം ഉണ്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. ആ കുഞ്ഞ് ഞെട്ടിപ്പോയി. 24 വയസ്സുള്ള പയ്യൻ ഞെട്ടിപ്പോയത്. എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ലാണ്. പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഇത് മാറിപ്പോയതാട്ടോ, സ്കാനിന്റെ അത് മാറിപ്പോയത്, റിപ്പോർട്ട് മാറിപ്പോയതാട്ടോ എന്ന് പറഞ്ഞേ. കൊടുങ്ങല്ലൂര് ഇവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞു. എന്തോ ഒരു വലിയ അസുഖമായിരുന്നു. പക്ഷെ അവര് പുറത്തു പോയി വേറെ ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർക്ക് അസുഖമില്ല. ഇതാണ് നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ
അറിയാ കഥകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് തുടങ്ങാനുള്ള എല്ലാ സ്കോപ്പും ഉള്ളത് തന്നെയാണ് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം, അതായത് ആരോഗ്യ കേരളത്തിനെ കുറിച്ച് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.